76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. ഡൽഹി കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. 10:30 അംഗരക്ഷകരുടെ അകമ്പടിയോടെ 6 കുതിരകളെ പൂട്ടിയ ബഗിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിൽ എത്തി. തുടർന്ന് രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. പിന്നാലെ 21 ഗൺ സല്യൂട്ടുകളും മുഴങ്ങി. തുടർന്ന് നടന്ന പരേഡിൽ ആദ്യമെത്തിയത് ഇന്തോനേഷ്യൻ മിലിറ്ററി അക്കാദമി ബാൻഡും സൈന്യവും. പിന്നാലെ ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളും സൈനിക ശക്തി വിളിച്ചോതി T-90 ടാങ്ക് അടക്കമുള്ളവയും പരേഡിൽ അണിനിരന്നു. അർദ്ധസൈനിക വിഭാഗങ്ങളും പരേഡിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സമ്പന്നതയും വിളിച്ചോതുന്ന വിവിധ സംസ്ഥാനങ്ങളുടെ 31 നിശ്ചല ദൃശ്യങ്ങളും കർത്തവ്യപഥിലെത്തി. उज्जवल इसका वर्तमान और गौरवमय इतिहास पुराना देश की खातिर अनूप जाते कि मां के सजग प्रहरी खेलों में भी अव्वल आते ओलंपिक में सबसे झारखंड राज्य की नवा समय 5000 കലാകാരന്മാർ പങ്കെടുത്ത കലാവിരുന്നും അരങ്ങേറി. ജയതി ജയ ജയ ജയതി ജയ ജയ ജയതി ജയ മമ ഭാരതം ജയതി ജയ ജയ ജയതി ജയ ജയ ജയതി ജയ മമ ഭാരതം ഹോ തെരി ജയ ജയ തെരി ജയ മമ ഭാരതം. കരസേനയുടെ ഡെയർ ഡെവിൾസ് ടീമിന്റെ അഭ്യാസ പ്രകടനവും നടന്നു. Now we can see the three-peak leading the formation. Nayak Jayakumar, Kartavya Path for the very first time. വ്യോമസേനയുടെ 40 യുദ്ധവിമാനങ്ങളാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.